അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോ അല്ല അത് മറ്റേ നമ്മള് ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അത് ഒരു ലീഗലി അപ്രൂവ് ചെയ്തോളൂ. നിങ്ങൾ ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്ന്. അങ്ങനെ ഷമീർ വീണ്ടും പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊപ്പിന്റെ പഴയ അടിമായിട്ടുള്ള ഷമീറിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചങ്ങായി ഇപ്പൊ ഇവിടെ ഒളിവിലൊക്കെയാണ്. അതിനിടയിൽ ആശാൻ ഏതോ ലാബിൽ പോയിട്ട് ഡ്രഗ് ടെസ്റ്റ് നടത്തി, എന്നിട്ട് എല്ലാം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ടും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഷമീറിനെ കൈയോടെ പൊക്കി. ഷമീർ പോസിറ്റീവ് റിപ്പോർട്ട് എഡിറ്റ് ചെയ്ത് നെഗറ്റീവ് ആക്കിയതാണെന്നാണ് സായി പറയുന്നത്. പറയുക മാത്രമല്ല, ഷമീർ ടെസ്റ്റ് ചെയ്ത് ലാബിൽ വിളിച്ചുകൊണ്ട് സായി ഈ കാര്യം കൺഫേം ആക്കുന്നുമുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം ടെസ്റ്റ് റിസൾട്ട് പൊക്കി പിടിച്ചുകൊണ്ട് ഷമീർ ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടു. ഓക്കെ, ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്നു എന്ന് പറയാൻ പറ്റൂല. ഞാൻ കാത്തിരുന്ന ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കുറേ ആൾക്കാർ ഓപ്പൺ ചാലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത്. ആരാ നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ടല്ലോ. ഓപ്പൺ ചാലഞ്ച് വെച്ചവരൊന്നും ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. അവരൊക്കെ ഏതോ കുന്നിൻ്റെയോ മലൻ്റെയോ മുകളിൽ പോയി ഒളിച്ച് നിൽക്കായിരിക്കും. തൊപ്പി ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. തൊപ്പി എവിടെയാണുള്ളതെന്ന് ഇവനെ അറിയാമെന്ന് തോന്നുന്നു. ഇനി ഏതും കുന്നും മലയും ആണെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ കേരള പോലീസിന് കാര്യങ്ങൾ എളുപ്പമായേനെ. എന്തായാലും ബാക്കി കൂടി പറ. അപ്പോൾ ഈ ചാലഞ്ച് ഞാൻ ഇതിൻ്റെ പേരിൽ കുറേ മാനസികമായി കുറേ രീതിയിൽ ബുദ്ധിമുട്ടിയതാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് മോനെ. അമ്മാതിരി ഹറാം പറപ്പല്ലേ നീ എല്ലാം കൂടി കാണിച്ചു കൂട്ടിയിരുന്നത്. അതിനൊക്കെ ഉള്ളത് തിരിച്ചു കിട്ടണമല്ലോ, എന്നാലുള്ള ഒരു വൈബുള്ളൂ. ബാക്കി പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. ഞാൻ ചെയ്ത കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തതാണ്. എത്ര വർഷം മുമ്പാന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ അവസാനമായി ഡ്രഗ്സ് ഉപയോഗിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. വിശ്വസിച്ച് നീ ബാക്കി പറഞ്ഞാട്ടെ. അതിന് ശേഷവും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആരോപണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇത് കൊടുക്കാറുണ്ടെന്നും അവിടെ ഞാൻ ഇതിൻ്റെ സപ്ലൈ ഉണ്ടെന്നൊക്കെ. അത് ചിന്തിച്ചാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും. 3 വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഇവനാണല്ലോ ടോപ്പിൽ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇവനാണ് മൊത്തം കാര്യങ്ങൾ ഇവനും റാമ്പോ ആണെന്ന് തീരുമാനിക്കുന്ന ആളാണ്. അപ്പം ഞാൻ 3 വർഷത്തോളം അല്ലെങ്കിൽ ഇത്രയും കാലത്തോളം 1 വർഷം 1.5 വർഷത്തോളം ഇവർക്കിത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവരെന്താ അപ്പോൾ കണ്ണില്ലാത്ത ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇവർക്കിത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണോ? അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളെല്ലാം പൊളിഞ്ഞതാണ്. നീയൊക്കെ കൂടെ അവിടെ കൂട്ടിയിട്ട് കത്തിച്ചാണ് വലിച്ചിരുന്നതെന്നുള്ളത് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. കല്ലും പുല്ലും അടക്കം സകല പരിപാടികൾ ഉണ്ടായിരുന്നു നിന്റെ കയ്യിൽ. അതൊക്കെ ഇനി എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല. ഉപയോഗിച്ചിട്ടില്ല, സപ്ലൈ ചെയ്തിട്ടില്ല എന്നൊക്കെ നീ വേറെ ആരുടെങ്കിലും പോയി പറ. ആ നാടകമൊന്നും ഇവിടെ ചെലവാകൂല കേട്ടോ. നീ ബാക്കി പറഞ്ഞു. ഇതിൽ ആരാ കൊടുക്കുന്നതെന്നും ആരാ ഇതാക്കുന്നതെന്നുള്ള കാര്യങ്ങളിൽ ഞാൻ തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് കിട്ടി. അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നതിൽ കള്ളമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്കോ ഞാനിത് അയച്ചു കൊടുക്കാം. ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറോ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്കോ സീക്രട്ട് ഏജന്റോ വാട്ടെവർ നിങ്ങൾ ആരെയാണോ പറയുന്നത് അവർക്ക് ഞാൻ ഇത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഈ ആർക്കും അയച്ചു കൊടുക്കൊന്നും വേണ്ട. കയ്യിലിരിക്കുന്നതിന് ഒറിജിനൽ ഒന്ന് വീഡിയോയിൽ കാണിച്ചാൽ മാത്രം മതി. ഈ പഴംപുരാണം പറഞ്ഞ് സമയം കളയാതെ വേഗം കാര്യപരിപാടിയിലേക്ക് കടക്കുക. ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഞാൻ 2 കോപ്പി എടുത്തിട്ടുണ്ട്. ആർക്കാ എങ്ങനെയെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഇനിയിപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ സീക്രട്ട് ഏജന്റിനോ ആയിരിക്കാന്ന് വെച്ചാൽ അയച്ചുതരാം. അപ്പോൾ അവർ ഇതായിക്കോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ലൊക്കേഷൻ കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒളിവിലാണ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ മറ്റേ വീഡിയോയിൽ ഞാൻ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയത്. അത് മൊത്തത്തിൽ ട്രോളും പരിപാടിയിലായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഞാൻ മറച്ചു പിടിക്കുന്നത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിക്കാം. ലൊക്കേഷൻ മാത്രം ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ലൊക്കേഷൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഒന്നാമത് മഞ്ചേരിയിലും ഇങ്ങനെ കുറച്ച് സ്റ്റേഷൻസ്, ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ പറ്റില്ല എന്നാണ് വക്കീൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് കേസുകൾ വന്നിട്ടുണ്ട്. ഇവൻ കൊടുത്ത കേസുകളും അല്ലാതെ ഉള്ള രീതിയിലുള്ള കുറച്ച് കേസുകളും വന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷേ സത്യം എൻ്റെ ഭാഗത്തായിക്കൊണ്ട് എനിക്കതിൽ പേടിയൊന്നുമില്ല. അത് വാദിക്കേണ്ട പോലെ സത്യം എൻ്റെ കയ്യിൽ തെളിവുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയും. അപ്പോൾ ഓക്കെ, ഞാൻ ലൊക്കേഷൻ മറച്ചു പിടിച്ച് ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ മാത്രമേ ഞാൻ മറച്ചു പിടിക്കുന്നത്. ഇത് മറ്റേ ഇതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഫോൺ മറച്ചു പിടിച്ചാലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിയാലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്.
ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. എന്താ സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സമയങ്ങൾ 18/6 സമയങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണിത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞതും ഇതിൽ ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാ നാഷണൽ അക്കാഡമിഷ്യൻ ബോർഡ് ഫോർ ടെസ്റ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്നാണ് ഇതിൽ ഉള്ളത്. മനസ്സിലാ? ഇതാണ് അതിൻ്റെ ഒറിജിനൽ. ഇതിൻ്റെ കോപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആയിരിക്കുവാണെങ്കിൽ അയച്ചു തരാം. അല്ല മോനെ, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഫോട്ടോ കോപ്പി കാണിക്കുന്നത്? ആ കവറിൽ നിന്ന് ഒറിജിനൽ എടുത്ത് കാണിക്കി. ഈ ഫോട്ടോ കോപ്പി കാണിക്കുന്നതിന് തന്നെ എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ മോനെ. നോ പ്രോബ്ലം. അപ്പോൾ ഇതാ ഡേറ്റും ഇതൊക്കെ കണ്ടല്ലോ. എൻ്റെ പേര് കണ്ടോ, മുഹമ്മദ് ഷമീർ TK. വയസ്സ് 25, സെൽഫ് ഓക്കെ. ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഉള്ള ഇത്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ നടത്തിയ ടെസ്റ്റുകൾ. ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട് പേജ്. ഇതിൻ്റെ അപ്പുറത്തൊരു പേജും ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂറിൻ ഫോർ ടോക്സിക്കോളജി 12 ഡ്രഗ് ടെസ്റ്റ്, അതാണ് ഞാൻ ചെയ്തത്. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, AMP എന്ന് പറയും. അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എനിക്ക് ഇതിൻ്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൽ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളോടോ ബുദ്ധിയുള്ള ആളോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബെൻസോഡിപൈൻ BSD എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്, അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ കൊക്കൈൻ COC, അതും രണ്ടും നെഗറ്റീവാണ്. മെത്താംഫെറ്റമൈൻ MET രണ്ടും നെഗറ്റീവാണ്. മോർഫിൻ MOR അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെന്താ മെത്താഡോൺ അതും രണ്ടും നെഗറ്റീവാണ്. പെൻസിലിഡൈൻ രണ്ടും നെഗറ്റീവാണ്. പ്രൊപ്പോക്സിപ്പിൻ PPX രണ്ടും നെഗറ്റീവാണ്. ട്രൈസൈക്ലിക്സ് ആൻറ്റി ഡിപ്രസൻസ് TCA അതും രണ്ടും നെഗറ്റീവാണ്. ടെട്രാ ഹൈഡ്രോ കെനിബിനുളോസ് THC ഇതും രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര എണ്ണം ഞാൻ വായിച്ചത്? 1 2 3 4 5 6 7 8 9 10 11 എണ്ണ ഞാൻ ഇപ്പം വായിച്ചുള്ളൂ. ഒന്ന് ഇപ്പുറത്തുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ഞാൻ ലൊക്കേഷൻ മാത്രം ഒന്ന് മറിച്ച് പിടിക്കട്ടെ. അതും കൂടി ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ഡോക്ടർ സൈൻ ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ എക്സ്റ്റസി MDMA അതും രണ്ടും നെഗറ്റീവാണ്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്താണോ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഞാൻ തെളിയിക്കേണ്ടതല്ല. ഇത് മൂപ്പരാന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കേണ്ടത്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്ത ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തതെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതിന് ശേഷം ഞാൻ പറഞ്ഞ എൻ്റെ പാഷൻ സ്ട്രീമിംഗ് ആണ്. എൻ്റെ പാഷൻ ഇതൊരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും കാര്യങ്ങൾ വന്ന് കാണിക്കുന്നതും ഇതാക്കിയതും എല്ലാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു എനിക്കൊരു പ്രതിബദ്ധത, ഞാൻ അത്ര വലിയ വാക്കൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ഉത്തരവാദിത്തം, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളും കൊണ്ട് വന്നത്. സാമൂഹിക പ്രതിബദ്ധത ആരാപ്പ ഈ പറയുന്നത്? ഇങ്ങനെ എടുത്താൽ പോകാത്ത വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ മോനെ. എന്തായാലും ഇനി നല്ലവനായിട്ടുള്ള ഉണ്ണിയെ സീക്രട്ട് ഏജന്റ് തൂക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ എനിക്ക് ഇമെയിൽ ആയിട്ടോ ബാക്കി പരിപാടി കേട്ടി PDF അയച്ചു തന്നാൽ നല്ലത്, അല്ലെങ്കിൽ അയച്ചു തന്നെ ലൈവിൽ കാണിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സീൽ വെച്ച ആ കവറിൽ കാണിച്ചു, അതിനുള്ള വാട്ടർമാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. ആ കവറിന്റെ പോലെ തന്നെ ലാബിൽ വാട്ടർമാർക്ക് ഉണ്ട്. ഫൈൻ, അതിന് ലോഗോ കൊടുത്ത് വാട്ടർമാർക്ക്. ആ വാട്ടർമാർക്കുള്ള കവറിനകത്ത് വാട്ടർമാർക്കുള്ള പേജിൽ രേഖപ്പെടുത്തി റിസൾട്ടാണ് കാണുന്നത്. ഫൈൻ, അതാണ് കാണിക്കുന്നത്. അതാണ് കാണുന്നത്. അത് കാണിക്കും. എനിക്ക് പേഴ്സണലി കാണാൻ താല്പര്യമുണ്ട്. ഓക്കെ. ഷമീറേ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കവർ ഉണ്ട്, ഒരു എൻവലപ്പ്. ആ എൻവലപ്പിനകത്താണ് ഹാർഡ് കോപ്പി. ഓക്കെ. ആ ലാബിൽ നിന്ന് നിന്റെ കയ്യിൽ ലാബുകാർ തന്ന ഹാർഡ് കോപ്പി. അപ്പോൾ എന്നോടൊരു ടെസ്റ്റ് റിസൾട്ട് പുറത്തു കൊടുന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ഹാർഡ് കോപ്പി ആണ് എടുത്ത് കാണിക്കുക. കാരണം ദാറ്റ് ഈസ് ദ പ്രൂഫ്. അല്ലാതെ ഞാൻ കോപ്പി എടുത്ത ഒരു ഹാർഡ് കോപ്പിയിൽ നിന്ന് വീണ്ടും ഞാൻ തന്നെ കോപ്പി എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം എന്താ? തലയ്ക്ക് നൊസ്സാ എനിക്ക്. അതുപോലെ എനിക്ക് എന്നോട് ചോദിക്കണം, എനിക്ക് തലയ്ക്ക് ഭ്രാന്താ. ആ ചെക്ക ആ ഹാർഡ് കോപ്പി കണക്ക് ഇട്ട് തന്ന ആ സാധനം ഉണ്ടല്ലോ ലിയോ ലാബ്സിന്റെ, അത് തുറന്ന് അതിനകത്ത് വാട്ടർമാർക്കുള്ളത് ഒറിജിനൽ സാധനം, ഒറിജിനൽ കയ്യിൽ വെച്ചിട്ട് ഇപ്പുറത്ത് മറ്റേ പുഴുങ്ങിയ കോപ്പി കാണിക്കുന്ന മണ്ടനല്ല അതിബുദ്ധിമാനെ. നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പിന്നാലെ പോയെ. ഓക്കെ. എന്നിട്ട് ഇവൻ അയച്ചു തരാന്ന് പറയുന്നത് ഈ കോപ്പിയാ. കോപ്പി കയ്യിൽ വെച്ചാൽ മതി. അണക്ക് അയച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഹാർഡ് കോപ്പി, ആ കവറിനകത്തുള്ള ഒറിജിനൽ സാധനം വിത്ത് വാട്ടർമാർക്ക്
ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് വന്ന അവിടുന്ന് അയച്ച സാധനം വിത്ത് പാസ്വേഡ് അയച്ചതാ, കയറി നോക്കട്ടെ. അതിൽ തിരുത്താൻ പറ്റില്ല. വാട്സാപ്പ് ആ സാധനം നമുക്ക് നേരെ പാസ്വേഡ് അടിച്ച് കയറുക, കാണുക, പിന്നെ അത് കളയുക, അത്രേ ഉള്ളൂ. വേറെ പരിപാടി ഒന്നും ഇതിൽ നടക്കില്ല. ഈ ലൈവായിട്ട് ഈ എൻ്റെ ലൈവിൽ ഈ ലാബിന്റെ നമ്പറിൽ നിന്ന് വന്ന നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റിനകത്തുള്ള PDF ഫയൽ ഓപ്പൺ ആക്കുക. ഞാൻ കിട്ടിയില്ലെങ്കിൽ ലാബിനോട് ചോദിക്കുക, ഒരാഴ്ച തരും. ഒരാഴ്ച തരുമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരാൾക്കുള്ള പണി വേറെ വെച്ചിട്ടുണ്ട്. ഈ ലാബിൽ നിന്ന് ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുക. എൻ്റെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിക്കുക. ഞാൻ അടക്കം എൻ്റെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നോട് ചോദിച്ചാൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അടയ്ക്കുക. എന്നിട്ട് ഈ അത് അടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അതുകൊണ്ട് ഓപ്പൺ ആവും. ആ സാധനം ഈ ഒന്ന് ലൈവിൽ കാണിക്കുക. അല്ലെങ്കിൽ ഹാർഡ് കോപ്പിനെ തുറന്ന് കാണിച്ചോ. അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കുള്ള സാധനം കവറിനകത്തുള്ളത് നമുക്ക് തുറന്ന് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തുറന്ന് കാണിക്കുക, വിത്ത് വാട്ടർമാർക്ക് ആ സാധനം കാണിക്കുക. അപ്പം വിശ്വസിക്കും. ഇനി ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം, ഇവൻ ഈ ലാബിന്റെ പേര് ലാബ് ഹൈലി ക്രെഡിബിൾ ആണ്, ലാബ് ഓതറൈസ്ഡ് ആണ്, ലാബുകാരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷെ എന്താ പറയുക, ഇവരുടെയൊക്കെ ഒരു ക്രൂക്കഡ് ബുദ്ധി ഉണ്ട് ഇവന്മാരത്. ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല. കുട്ടികൾ വ്യൂവേഴ്സാണ്, ഇവരെയൊക്കെ പറ്റിക്കാം. അല്ലെങ്കിൽ ഇവരെ മുന്നിൽ വന്ന് എടാ തൊപ്പി വന്ന് പറഞ്ഞത് AI ആണ്. ഈ എൻ്റെ സ്വന്തം റിസൾട്ടാണ് ഈ വന്നിരുന്നിട്ട് ആളെ മറ്റേതാക്കാൻ വേണ്ടി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ലാബിൽ നിന്നും അയച്ചു കൊടുത്ത റിസൾട്ട് PDF ഫയൽ എഡിറ്റ് ചെയ്തതിന് ശേഷം ആ റിപ്പോർട്ടാണ് ഷമീർ വ്യൂവേഴ്സിനെ കാണിച്ചത് എന്നാണ് സായി പറയുന്നത്. ഷമീർ കാണിച്ച റിപ്പോർട്ടിൽ ലാബിന്റെ വാട്ടർമാർക്ക് ഇല്ല എന്ന കാര്യവും സായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ എന്റെ വീഡിയോ കാണുന്ന മറ്റാർക്കും തോന്നാവുന്ന ഒരു സംശയം തന്നെയാണ് ഒറിജിനൽ കയ്യിൽ വെച്ച് ഫോട്ടോ കോപ്പി കാണിച്ചത്. ഇതെല്ലാം കൂടി വെച്ചാണ് സായി ഇവനെ പൊക്കിയത്. ഇത് മാത്രമല്ല, ഇതിനുശേഷം സായി ലാബിൽ നേരിട്ട് വിളിച്ച് കാര്യം കൺഫേം ആക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി ഒന്ന് കേട്ടോക്കാം. ഹലോ, സർ. ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണേ. ഓക്കെ, ഞാൻ ലിയോ ലാബ്സിന്റെ ഒരു കണ്ണൂർ, നിങ്ങളുടെ അതന്നെയല്ലേ നിങ്ങളുടെ സ്ഥാപനം? ഓക്കെ, ഞാൻ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ ഈ ഷമീർ ഇല്ലേ, ഷമീറിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ടേ ഐ ഗോട്ട് ആൻ ഇൻഫർമേഷൻ, ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയേ. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോ അല്ല, അത് മറ്റേ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അത് ഒരു ലീഗലി അപ്രൂവ് ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് അങ്ങനെ അവര് ചെയ്തോളൂ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൊടുത്തത് അവൻ കൊണ്ടുപോയി തിരുത്തിയിട്ടല്ലേ ഇട്ടെ? എനിക്ക് അതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ കമന്റ് ചെയ്യാൻ വേണ്ടി അശക്തനാണ്, മനസ്സിലായി. അതിന് അശക്തനാണ് സംസാരിക്കാൻ. എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയുക, നമുക്കിത് കേസായോന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ ഇതിൽ ഒരു കോളും പറയണ്ട. അത് തീർച്ചയായിട്ടും നമ്മള് തെറ്റായ പ്രവൃത്തി മറ്റേ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചു. ഓക്കെ, അപ്പൊ സംഭവം ലാഭകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരവരുടെ ഹയർ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുമുണ്ട്. മിക്കവാറും ഷമീറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അല്ല, നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ലാബിൽ നിന്നും കൊടുത്ത റിസൾട്ട് തിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അവരത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി ഇവൻ ഏതൊക്കെ റിസൾട്ടാണ് തിരുത്തിയതെന്ന് അറിയണ്ടേ. അതായത് റിസൾട്ടിൽ ഒരുപാട് ഡ്രഗ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നല്ലോ, MDMA, കൊക്കെയിൻ, അങ്ങനെ കുറെ എണ്ണം. അതിൽ ഏതാണ് ഇവന് തിരുത്തിയത് എന്ന കാര്യം കൂടി സായി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. അപ്പൊ നമ്മൾ ഷമീർ കാണിച്ച സാധനത്തിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സാധനം നിങ്ങൾ നോക്കുക. ഇത് ഞാൻ കുറച്ചും കൂടി ഇവൻ്റെ ഇത് ഇങ്ങനെ തിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാനത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തിട്ട് ഇവൻ തന്നെയല്ലേ പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് സെറ്റാക്കി. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിന് ഏറ്റവും ലാസ്റ്റ് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനമാണ് ഇവൻ ഇതിൽ എഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഐറ്റം. ഓക്കെ, ഇതിലേറ്റവും അവസാനത്തിലുള്ള ആ ഒരു സംഗതി. അപ്പോൾ അതെന്താണെന്നുള്ളതാവും ഇപ്പോൾ നിങ്ങൾ നോക്കി വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് വായിച്ച് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ടെട്രാ ഹൈഡ്രോ കനോബിയൽ. ഓക്കെ, കനാബിനോൾ, ടെട്രാ ഹൈഡ്രോ കനാബിനോൾ. ഇത് പോസിറ്റീവാണ്. ഇതെന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക. അത് ഞങ്ങൾക്ക് ആ ടാസ്ക് തന്നു. ഓക്കെ, ഞാനത് വീഡിയോയിൽ പറയുന്നില്ല.
ഞാൻ പറഞ്ഞുതരാം. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ കഞ്ചാവ് എന്ന് വിളിക്കാം. കഞ്ചാവിന്റെ റിസൾട്ട് ആണ് ഷമീർ തിരുത്തിയതെന്നാണ് സായി പറയുന്നത്. സായി മാത്രമല്ല ലാബുകാരും അത് കൺഫേം ആക്കിയിട്ടുണ്ട്. അവര് ലീഗലി മൂവ് ചെയ്താൽ പോലീസ് ഒന്ന് ലാബിലെ ഒറിജിനൽ റിപ്പോർട്ട് എടുക്കും. അതോടെ ഇവൻ പെടും. സംഭവം സായി പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഇവൻ PDF ഫയൽ എഡിറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് നമ്മളെ കാണിച്ചത് തന്നെ ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ ഒറിജിനൽ ഉണ്ടായിരുന്നല്ലോ, അത് കാണിച്ചാൽ പോരായിരുന്നോ? എന്നാൽ ഇവന്റെ ഉഡായിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ ഇവനൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കൂ. എന്നിട്ട് നന്നാവാനുള്ള യാതൊരു പരിപാടിയും ഇല്ല. കുടിച്ച വെള്ളത്തിൽ പോലും ഇവരൊന്നും വിശ്വസിക്കരുത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.